ഇന്ന് നമുക്ക് സ്പെഷ്യൽ കടലയും ഉപ്പുമാവും റവയുടെ. ഉണ്ണിക്കുട്ടന് പ്രത്യേകിച്ച് ഇന്ന് വേണമെന്ന് പറഞ്ഞേക്കോ ഉപ്പുമാവും കടലയും. എന്തോ ഇനാന്ന അത് നമുക്കിന്ന് ഉണ്ടാക്കാമെന്ന്. 200 വെള്ളക്കടല എടുത്തേക്കുന്നത്. ഉമ്മമാർ കഴിക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ 200 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത് നമുക്ക് കറി വെക്കാം. വേണ്ട 3 സവാള, 1 തക്കാളിക്ക, 3 വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, 2 പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടില്ലെങ്കിൽ ഗ്യാസ് കയറിയെങ്കിൽ എനിക്ക് ഇവിടെ കാണാം കിടന്ന് വഴക്കണ്ട. സവാള അരിയുവാന്നേ. ഈ പിച്ചാത്തി മുറിയുന്നില്ലല്ലോ മോനെ, ഒന്ന് രാകട്ടെ മോനെ. ഇത് മുറിയുന്നൊന്നുമില്ല. വെളുത്തുള്ളിക്ക് വില കൂടുതലാണ്. 3-4 അല്ലി ഇട്ടാൽ മതി. നാടനും ചെയ്യാം. എല്ലാ അരിയും ഇനിയും തിന്നുമോയെന്ന് ആർക്കറിയാം. രാവിലെ ജോലിയും കൊണ്ട് വന്നേക്കുവാ, നേരം വെളുത്ത് നിന്ന് ഉപ്പുമാവും കടലയും വേണമെന്ന്. ഗ്യാസ് കയറിയെങ്കിൽ അതും കുറ്റം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏറെ ഇട്ടേക്കാം. വല്യച്ഛനാണെങ്കിൽ ഉപ്പുമാവ് കണ്ടുകൂടാ. വല്യച്ഛന് എന്നും പുട്ടും പഴവും കൊടുത്താൽ മതി. പിള്ളേർക്കാണെങ്കിൽ പുട്ടും പഴവും കാണുന്നതേ വലിയ. അവർക്കെന്നും ദോശയും പാലപ്പം ഇഡ്ഡലി, വേറെ ഒന്നും. പാലപ്പത്തിൻ്റെ കൂടെ മുട്ട വേണ്ട. എന്തൊക്കെയാന്നാ. പിച്ചാത്തി മുറിയുന്നില്ലല്ലോടാ മോനെ. ഇച്ചിരി തേങ്ങാക്കൊത്തൂടെ ഇട്ടേക്കാം. നമുക്ക് കടല കറി വെക്കാം. കുക്കർ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. വെളിച്ചെണ്ണ ചൂടായി. ഇവിടെ ഒരുത്തൻ എണീറ്റിട്ട് പോലും ഇല്ല. ഉപ്പുമാവും കടലയും ഉണ്ടാക്കാൻ പറഞ്ഞ്. സമയം 8-9 ആകുന്നു. വെളിച്ചെണ്ണ ചൂടായി. ഇതെണ്ട കടുക് ഇടുന്നു. ശാലം മതി. പൊട്ടി. ഇച്ചിരി കറിവേപ്പില ഇട്ട് തേങ്ങാക്കൊത്തിട്ട്, തേങ്ങാക്കൊത്തൊന്ന് മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉള്ളിയും എല്ലാം കൂടി ഇടാം. ഒരു മഞ്ഞ കളറാകട്ടെ. ആകെ 2 കഷ്ണമേ ഉള്ളൂ തേങ്ങാക്കൊത്ത്. ജാക്കമായിരിക്കും ഇപ്പോൾ ഉടനെ ഉപ്പുമാവും കടലയും കൂട്ടാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ് എങ്ങാണ്ടൊന്ന് തിന്നു. എറണാകുളത്ത് പോയപ്പോൾ നല്ല അടിപൊളിയായിരുന്നെന്ന്. വേണ്ട വെളുത്തുള്ളി ഇത് സവാളയൊക്കെ ഇടുവാണേ. സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. ഇന്നുണ്ടാക്കിയ മഞ്ഞപ്പൊടിയാ കേട്ടോ. ഉണ്ടാക്കിയ മഞ്ഞപ്പൊടിയാ. പോടാ. റെഡിയായി മോനെ. ഇനി സവാളയൊക്കെ എന്തോന്നിടാം, മുളക് പൊടിയൊക്കെ. ഇതുവരെ ഒരുത്തൻ എണീറ്റും ഇല്ല. ഇതോടാ നീ അല്ലയോ പറഞ്ഞത് ഉപ്പുമാവും കടലയും ഉണ്ടാക്കാനെന്ന്? എനിക്ക് വേണ്ട. ആര് പറഞ്ഞു ഉപ്പുമാവും കടലയും ഉണ്ടാക്കാനാ? എടാ നീ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞില്ലയോ അമ്മ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഉപ്പുമാവും കടലയും ഉണ്ടാക്കാനെന്ന്? വെറൈറ്റിക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനം ഉപ്പുമാവും കടലയും. ആരെങ്കിലും സ്വപ്നത്തിനെങ്കിലും പറയും ഉപ്പുമാവും കടലയും ഉണ്ടാക്കാൻ. പിന്നെന്താ പാലപ്പവും ദോശയും വേണോ? അമ്മ സ്വപ്നം കണ്ടായിരിക്കും. അമ്മ സ്വപ്നം കണ്ട് അവരെ 3 കുറിയിട്ട് ഞാൻ ചെട്ടുളങ്ങര പോയതാ. നിന്റെ കൂട്ടാണോ കിടന്ന് ഉറങ്ങി വെച്ച്? നോക്ക് പൂ പോയോ എന്തോ നല്ല ഉണ്ടായിരുന്നു. സവാള വേണ്ട നല്ലോണം മൂത്തിത്രേ കണ്ടോ? ഓ ശരി. എന്നിട്ട് കടലയ്ക്ക് കടല ഉണ്ടാക്കാൻ ആർക്കും അറിയത്തില്ല. പിന്നെ ആദ്യമായിട്ട് കടല ഉണ്ടാക്കുന്ന അമ്മയാ. ഓ മല്ലിപ്പൊടി മല്ലിപ്പൊടി. ഇത് ഉണ്ടാക്കിയതാണോ? 2 സ്പൂണ്
ഇത് മഞ്ഞപ്പൊടി അല്ലല്ലോ, ഇത് കുരുമുളക് മല്ലിപ്പൊടി. മല്ലിപ്പൊടി നീ ഫാസ്റ്റാ. മല്ലിപ്പൊടി ഒന്ന്. ആദ്യമായിട്ട് കടലക്കറി ഉണ്ടാക്കുന്നത് ശൈല ഉളുന്തി. ആർക്കും അറിയത്തില്ല, പഠിച്ചോ കേട്ടോ. നീ അങ്ങോട്ട് തിന്ന് നോക്കണം, രുചി അറിയണമെങ്കിൽ. പച്ചവെള്ളം ഉണ്ടാക്കിയാലും രുചിയാ. മല്ലിപ്പൊടി ചൂടായി. മല്ലിപ്പൊടി ചോവിനങ്ങ് മല്ലിപ്പൊടി ചൂടായത് എങ്ങനെ അറിഞ്ഞേ? തൊട്ട് നോക്കിയോ? ചൂടായി. വേണ്ട, ഒരു 1/2 സ്പൂണ് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാ, അതുകൊണ്ട് അത് മതി. ഇനി ഇവിടെ ഉള്ളതങ്ങളെല്ലാം എരിയാന്ന് പറയാം. മല്ലോടത്തൂടെ മഴിയേ പോകണ്ട, എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനിരിക്കുക. വേറെ എവിടെങ്കിലും ചെന്ന് കഴിക്കുമ്പോൾ അവിടുത്തെ അടിപൊളിയായിരുന്നെന്ന്, അമ്മ വെക്കുന്ന കൊള്ളത്തില്ല. ഒന്ന് കാണണം അമ്മ എന്ന്. ഒന്ന് തിന്നണമായിരുന്നു. അമ്മ എന്താ കാണിക്കുവോ എങ്ങനെയാ ചോദിക്കുന്നത്? മോനെ ഡാനി എങ്ങനെയാണെന്നറിയാമോ പിന്നെ കൂട്ടിക്കയറ്റുമ്പോൾ ചാടുന്നത്? ഞാൻ വീഡിയോ എടുത്ത് നോക്കി. പിന്നെ 12 മണിയായപ്പോൾ സ്റ്റെയർ കേഴ്സിൻ്റെ മണ്ടയ്ക്കൂടെ ചാടി അപ്പുറത്തിറങ്ങുന്നു. അവിടെ വീഡിയോ ഉണ്ടെന്ന് നോക്കിക്കേ. എന്തോ അഹങ്കാരമാണ് ഇതിന്. എന്നിട്ട് പാതാളക്കുഴി പോലെ ഒരു കുഴിയും തുറന്ന് അതിനകത്ത് കിടക്കുന്നു, കൂടടച്ചേക്കുക. നീയും കണക്കാ, ഇതെല്ലാം എല്ലാം കണക്കാ. വേണ്ട മോനെ, ഇച്ചിരി മസാലപ്പൊടി ഇടുക. അതേപ്പോ മസാലപ്പൊടി കടലയ്ക്ക് അത് മതി. ഒത്തിരി ആവുമ്പം പിന്നെ അതിനും കുറ്റമാണ്. മസാല തന്നെ. ഈ വീഡിയോ ട്രെൻഡിങ് ആയിരിക്കും. എന്താണെന്നറിയോ, കേരളത്തിൽ ആദ്യമായിട്ട് കടലക്കറി ഉണ്ടാക്കുന്ന. അതിനെന്താ, സാരമില്ല. എന്നെ ആരും ഒന്നും ട്രെൻഡിങ് വീഡിയോ. എന്നെ ആരും ഒന്നും പറയത്തില്ല. കടലക്കറി ഇൻ കേരള. പിന്നെ ശൈല ഒരു തക്കാളിക്ക. ഉമ്മ ഓരോന്ന് കാണുമ്പോ എടുത്തും കിട്ടിട്ട് ഷോ കാണിക്കുക. അത് അപ്പോഴൊന്നും നേരത്തെ എങ്ങനെ ഇടണ്ടേ, മറന്നു പോയിട്ട് ഇപ്പൊ എടുത്തിട്ടില്ല. ഉള്ളി വഴറ്റ വെള്ളം ഒഴിക്കുക. കേരളത്തിൽ ആദ്യമായി കടലക്കറി ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറ്റം പറയാനല്ല അറിയത്തുള്ളൂ. എന്താടാ? ഇടാ. കുറ്റം പറയാനാണോ? അതൊന്ന് തിളക്കട്ടെ, എന്നിട്ട് കടല ഇടാം. ഗൈസ്, ഉപ്പിടാൻ മറന്നുപോയി. ഇനി ഉപ്പ് എടുത്തിട്ട് ഷോ കാണിക്കും. ഇപ്പൊ ഇടണമായിരുന്നു, ഇപ്പൊ ഇട്ട ടേസ്റ്റ് കൂടുന്നു. അല്ല, ഞാൻ മറന്നുപോയി. സവാളക്കകത്ത് ഇടേണ്ട ഉപ്പായിരുന്നു. ഉപ്പ് ഇടാൻ മറന്നുപോയി. അമ്മ പണ്ട് 1 കിലോ മത്തി മേടിച്ച്, പച്ച മത്തി. ഞങ്ങള് നീണ്ടാരെ എങ്ങോട്ട് പോയിട്ട് വന്നപ്പം നല്ല കൊല്ലത്തുനിന്ന് നല്ല കിടിലം മത്തി മേടിച്ച്, ഉപ്പും കളഞ്ഞ് നീണ്ടാരെ നല്ല കിടിലം മത്തി മേടിച്ചിട്ട് മത്തിയൊക്കെ വറുത്ത് തിന്നു നോക്കിയപ്പോ മത്തിക്ക് ഉപ്പിട്ടില്ല. വേറെ വല്ലതും ഉണ്ടോ കുറ്റം? കടല ഇടുക. 3-4 വെള്ളത്തിൽ കഴുകി നല്ല സുന്ദരിയാക്കി. എന്തുവാ? ഓ വേണ്ട, കണ്ണനയില ഉണ്ടല്ലോ. ഉള്ളത് ഇങ്ങിതാ. ഏത്തക്ക ആയിട്ടും മീനും. എന്തോ ഏത്തക്ക? ഓ വേണ്ട 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 വേണ്ട, ഒരു പ്രാവശ്യം മേടിച്ചിട്ട് ഇവിടെ കളഞ്ഞ്. എത്ര 200 1/2 കിലോയ്ക്ക്? എത്ര? ഞാൻ വെച്ച് 200. അതിനകത്ത് നോക്ക് കൂട്ടാ ഇനി ഉണ്ടോന്ന്. ഉള്ളത് തൂക്ക്. വേണ്ട, ഞങ്ങളുടെ കുട്ടനാ മീന. ഒന്ന് കാണിച്ച്. വേണ്ട, കണ്ടോ, ഞങ്ങൾ മീൻ മേടിക്കുന്ന ഞങ്ങളുടെ കുട്ടനാ, ഞങ്ങളുടെ സ്വന്തമാ. ഇച്ചൂടെ ഉറക്ക ചോദ്യം, ചെവി കേൾക്കത്തില്ല. തേങ്ങ റവയ്ക്കകത്തിടാനാ. ഒരു ശകലം തേങ്ങ റവയ്ക്കകത്ത്. അത് റവയുടെ ഉപ്പുമാവിനകത്തിടാനാ. റവയെന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനകത്തിടാനാ. നല്ല രുചിയാ. ഇച്ചിരി തിരുമ്മി തരാൻ വയ്യാലോ. ഇച്ചിരി തേങ്ങ. ജിമ്മിൽ പോയി വലിയ വെയിറ്റൊക്കെ എടുത്ത് പൊക്കുന്ന കാണാം. വീട്ടിലൊരു വക ചെയ്യാൻ വയ്യ. 2 ക്യാരറ്റ് ഇട്ടെ. കഴുകി വെച്ചിരുന്നു, എന്നാലും ഒരു ശകലം ക്യാരറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇടണം, നല്ലതാ. ഇത് റവ ഉണ്ടാക്കാനാ. 2 പച്ചമുളകും 1 സവാളയും, അത് മതി. റവ അങ്ങോട്ടാന്ന് അയ്യോ അറിയത്തില്ല, വന്നിരിക്കുക. അല്ലോ അങ്ങോട്ട് പിന്നെ അകത്തോട്ട് പോകുമ്പോ ഓർക്കണം. ഇത് ഉണ്ടാക്കി, പക്ഷെ അത് വെന്തില്ലാത്തതുകൊണ്ട് മാറ്റി വെച്ച് വീഡിയോ ഓഫ് ചെയ്തിട്ട് വീണ്ടും വെക്കാം കേട്ടോ. ഇപ്പം കടല വെന്തെന്നേ പറയത്തുള്ളൂ. വെന്ത്
ആ വേണ്ട മാറ്റി വെച്ചു ഞാൻ കേട്ട് പറയുന്ന കേൾക്കാം. നല്ല വെന്തില്ല guys. നിങ്ങളെ പറ്റിക്കുകയാണ്. അത് വീണ്ടും വെക്കാനാ. അത് വീണ്ടും എടുത്ത് സ്റ്റൗവിൽ വെച്ച് വേവിക്കാനുള്ള പരിപാടി നോക്കൊന്നും വേണ്ട. ആ വേണ്ടടാ വേണ്ട വേണ്ട. ആ അയ്യോ ഒരു കല്ലും കൂടെ എടുത്ത് ഞെക്കത്. വേണ്ട മോനെ നല്ലോണം വെന്തടാ. പിന്നെ എന്തുകൊണ്ട് തുപ്പേ പറഞ്ഞു വെന്തില്ലെന്ന്? മല്ലിയച്ഛന് മോനെ പല്ലില്ല. ആ കഷ്ടമല്ലയോ. പല്ലില്ലേ മിക്സിക്കൽ അരച്ചു കൊടു. നിനക്കൊക്കെ അങ്ങനെ തോന്നും. വേണ്ട വേണ്ട ഇല്ല വേണ്ട. ഉപ്പില്ല. വേണ്ട ഇപ്പം നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കടല റെഡിയായി. ഉണ്ണി കടലയ്ക്ക് ഉപ്പ് നോക്കിയോ? എങ്ങനുണ്ട്? ആണോ? ഇച്ചിരി കറിവേപ്പില എൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് ഇട്ടേരെ. എന്നിട്ടൊന്ന് അടച്ചു വെക്ക്. ഇങ്ങനെയാണോ കറിവേപ്പില? ഇച്ചിരി ഇങ്ങനെ പറിച്ചിട്. മതി മതി ഒത്തിരി ഇടാനില്ല. പലയിടത്തൊന്നും മോട്ടിച്ചതാ. എന്നിട്ട് ഇളക്കിയിട്ട് ഈ കുക്കറിൻ്റെ അടപ്പം വെച്ചൊന്ന് അടച്ചു വെക്കും മോനെ. റവയ്ക്കകത്ത് ഒഴിക്കണ്ടായോ? കടല ഇഷ്ടം പോലെ ഉണ്ട്. തിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ബായി വിട്ടു. ഇല്ല ഉപ്പുമാവ് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഹലോ ഗൈസ് എങ്ങനെ ചൂടാകട്ടെ. ചുമ്മാ ഇരിക്കണേ ഞാൻ പറഞ്ഞേക്കാം. നിന്റെ കൈ അങ്ങോട്ട് എടുത്ത് പോയി. കടുവിട്ട് വേണ്ടേ സവാള പച്ചമുളക് ക്യാരറ്റ് ഒരു ക്യാരറ്റേ ഉള്ളു. ഇച്ചിരി മുന്തിരിങ്ങ ശകല അണ്ടിപ്പരിപ്പ് തേങ്ങ. കണ്ടോ ഇത്രയുവാ ഞാൻ എന്നും ഇവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതുപോലെ നിങ്ങളും ഇങ്ങനെ ആയിരിക്കുമല്ലോ. അല്ലാതല്ല ഇതൊന്നും ഇത് മൂക്കത്തില്ല മോനെ. എന്ത് പറഞ്ഞ അണ്ടിപ്പരിപ്പ് കണ്ട മൂത്ത്. ഇനിയും സവാള ക്യാരറ്റും പിന്നെ എല്ലാം അങ്ങിടാം. എല്ലാത്തിനും പല മൂപ്പല്ലേ മോനെ. ഒരു കാര്യമുണ്ടേ ഇപ്പം മറന്നു പോയത്. നെയ്യ് ഞാനിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒരു 2 സ്പൂൺ നെയ്യ് ഒന്ന് ചേർക്കും. നല്ല രുചിയാണ്. അല്ല 1 സ്പൂണായാലും മതി. അത് മതി. ഇപ്പം കുറുകി ഇരിക്കുന്നതുകൊണ്ട് അത് മതി. ഈ ശകലം മാടി കഴിയുമ്പോൾ ഈ തേങ്ങയും കൂടെ അങ്ങ് ഇടണം അതിൻ്റെ കൂടെ. നീ ഇളക്ക്. നന്ദപ്പൻ ഇളക്കുവാന്നേ ആദ്യമായിട്ടാണ് അവൻ്റെ ജീവിതത്തിൽ. തേങ്ങ ചിലരിടും. ഞങ്ങളുടെ അമ്മയൊക്കെയാണ് തേങ്ങ ഇടുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ. നല്ല രുചിയാണ്. കുറച്ചേ ഞാൻ ചേർത്തുള്ളൂ വെളിച്ചെണ്ണ. പിന്നെ ഉപ്പിടാറായില്ല മോനെ. വീട്ടിലുണ്ടാക്കിയ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വേണ്ടവർ ചേർത്താൽ മതി. ഞാൻ ഇച്ചിരി ഇടും. എന്നാലേ ആ റവ കാണാനൊരു രസമുള്ളൂ. ഒരുത്തനെ ഇത് ഇടാൻ മോനെ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പിടാം. ഒന്ന് വാടിയിട്ടെ. കണ്ട ഇത്രയും വാടി. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ എന്നും തിളപ്പിച്ച് വെള്ളം ഒഴിക്കുന്നത്. ഇന്ന് അത് മറന്നുപോയതല്ല. അതിനകത്ത് ഓട്സ് ഇരിക്കുന്നു ചായച്ചരുവത്തിൽ. 1/2 കിലോ റവയാ കേട്ടോ. 1/2 കിലോ. ഇച്ചിരി വെള്ളം വേണം. വെള്ളം നല്ലോണം തിളച്ച് കണ്ടോടാ. ഇനി റവ ഇടുവാണേ. ഇത്തരം പറയടാ രാധാച്ചനോട്.
വരുവാന്നാ പറഞ്ഞത്. അയ്യോ എൻ്റെ കൈ വേദന എടുക്കുന്നു മോനെ. ഇനിയിപ്പോ റെഡി ആയില്ലേ തിന്നാൻ വിളിക്കാം. ഓ എന്നാലും കൈക്ക് വേദനയാ മോനെ. ഉപ്പുമാവ് റെഡി ആയിരിക്കും. ഇളക്കാൻ ഒരാളെ വിളിച്ചതാ, എന്ത് ചെയ്യുന്ന എന്നാ ഒന്ന് ഇളക്കണ്ണ. കൈ വേദന എടുക്കും. ഇങ്ങോട്ട് ഇളക്കരാതാ. പോരാ ഇളക്ക്, ഇങ്ങോട്ട് ശക്തി പോരാ, പിടിയങ്ങോട്ട്. ആ ഇട്ട് കുത്താതെ ഒത്തിരി. എവിടെ അത് പോട്ടെ. പിന്നെ ഇത് പോരായോ? എന്ത് നല്ല. പിന്നെ ഇനി ഏതാ എല്ലാത്തിനും ഈ സൈഡ് നോവും. അല്ലെ പിന്നെ അതിൽ അതെടുക്കണം. കാണാ എന്തോ അവിക്കണം. അങ്ങനെ ഉപ്പുമാവ് റെഡി ആയിരിക്കുന്നു. അത് വലിച്ച് നിന്ന് കൊടുക്കാം. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. റവ, കടല വേണ്ട വല്യച്ഛന് കൊടുക്കാനാ ഇത്. വല്യച്ഛന് ചാറ് വേണം ഏറെ. അടിപൊളി. നോക്ക്.